കുളിക്കാൻ പോവായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ചേച്ചി ദോശയൊക്കെ വെക്കുന്നുണ്ട്, ദോശയും വടയൊക്കെ വെക്കുന്നുണ്ട്. നല്ല സ്മെല്ല്. അപ്പോൾ ഞാൻ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ ഏരിയയിൽ കുറേ ആൾക്കാർ കഴിക്കുന്നുണ്ട്. ഇത് കൊള്ളാം കേട്ടോ. കണ്ടോ ആ റെഡ് കളറ് ചമ്മന്തി ഉണ്ടല്ലോ, അത് ആ സാമ്പാറിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്തോ ഒരു ചട്നി പോലത്തെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഒരു പരിപാടിയാണ്, അതാണ് ഞാൻ എടുത്തത്. പിന്നെ വേറെ ഉഴുന്നുവട ഉണ്ടായിരുന്നു. എനിക്ക് ഉഴുന്നുവടേനോട് താല്പര്യമില്ല. പിന്നെ ഉഴുന്നുവട എടുത്തല്ലോ. അങ്ങനെ കുഴപ്പമില്ല. ഇത് കണ്ടോ, വേസ്റ്റ് ഇടാൻ അടുത്തൊരു ബാസ്ക്കറ്റ് ഉണ്ട്. അതിൻ്റെ അടുത്ത് കൈ കഴുകാനുള്ള ഒരു ക്യാന കൊടുന്ന് വെച്ചു, ഒരു ഗ്ലാസ്സും വെച്ചു. കുറച്ചപ്പുറത്ത് ഒരു ചെറിയൊരു ചായക്കട ഉണ്ട് കേട്ടോ. ഇവിടെ വെച്ചാൽ നിറയെ ആളുകളും ഉണ്ട്. ഈ ആളുകൾ നല്ലുള്ള സ്പോട്ട് നോക്കിയിട്ട് അവർ അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യണം, അവരുടെ ബിസിനസ്സിൻ്റെ. അങ്ങനെ അവർക്ക് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാവട്ടെ അല്ലേ. ഇനി ഈ ചായക്കടേൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് ആ വെങ്കമ്മേൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് ആ ശ്രീവാരി പുഷ്കരണി ഉണ്ട്, അതിൻ്റെ അടുത്തുള്ള ബാത്റൂമിൻ്റെ സൈഡിൽ ആ അടുത്തുള്ള ബാത്റൂമിൻ്റെ സൈഡിൽ പോയിട്ട് ഡ്രസ്സ് കഴുകിയിടാം. അങ്ങനെ ആ ദോശ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. 4 ദോശ, ഒരു വട, പിന്നെ 2-3 ടൈപ്പ് കറികൾ. 50 രൂപയായേ ഉള്ളൂ. കൊള്ളാം. ആ നിൽക്കുന്ന ആളുകളൊക്കെ വരാഹസ്വാമി ടെമ്പിളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ ടെമ്പിളിൽ തൊഴുതിന് ശേഷമാണ് മറ്റേ ബാലാജിനെ ദർശനം നടത്താൻ അധികം ആളുകളും പോവാറ്. നമുക്ക് അപ്പുറത്തുള്ള അവിടെ ആലിൻ്റെ സൈഡ് ഉണ്ടല്ലോ, അങ്ങോട്ട് പോകണം. ആ സൈഡിൽ കൂടെ ചെരുപ്പിട്ട് പോകാൻ പറ്റില്ല. ആ സൈഡിൽ കൂടെ അപ്പുറത്തെ സൈഡിൽ കൂടെ ചെരുപ്പിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് കൂടെ ചെരുപ്പിട്ട് നടക്കണം. അങ്ങനെ അത് കൂടെ തേരൊക്കെ പോകുന്നത്, പിന്നെ ഇവിടുത്തെ ആനയൊക്കെ പോവും. അപ്പോൾ അത് കൂടെ ചെരുപ്പിട്ട് നടക്കാറില്ല അതുകാര്. നമുക്ക് അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ ചെരുപ്പ് ഒരു കൈ പിടിക്കാം. അയ്യോ, ദോശയൊന്നും നടന്നിട്ടേ ഞാൻ ക്ഷീണിച്ചു. ആ സൈഡിൽ കാണുന്നതൊക്കെ, അവിടെ കാണുന്നതൊക്കെ ശ്രീവാരി പുഷ്കരണിയത്തെ ബാത്റൂമുകൾ. പിന്നെ ഈ ഭാഗത്തുള്ളത് ദർശനം കഴിഞ്ഞിട്ട് ലഡു മേടിച്ചിട്ട് മടങ്ങി വരുന്ന ഏരിയയാണ്. ദെൻ നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ആ ഭാഗത്ത് കുറച്ച് ടോയ്ലറ്റുകൾ, ബാത്റൂമുകളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യാം. ഇത് രണ്ടും അടച്ചിട്ടില്ല. ഇപ്പുറത്തെ സൈഡിൽ നോക്കി നോക്കാം. അതിൻ്റെ ഉള്ളിൽ വല്ല ബക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ നോക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ബക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഡ്രസ്സ് കഴുകാം. അത്ര തന്നെ. കുഴപ്പമില്ല അല്ലേ. മറ്റു കാലം വന്ന് യൂസ് ചെയ്യാത്ത തോന്നുന്നു. നമുക്ക് ഞാനൊരു ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ വന്നിട്ട് എൻ്റെ ഡ്രസ്സുകളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പബ്ലിക് ടോയ്ലറ്റാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നത്. മേലേക്കിട്ട് മുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഡ്രസ്സ് കഴുകിയിട്ട് അവിടെ പുറത്ത് കൊണ്ടിട്ട് വെയിലത്തിട്ടതിന് ശേഷം കുളിക്കാൻ വിചാരിക്കുന്നു. കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതൊരു ബ്ലീച്ചിങ് പൗഡറുള്ള വെള്ളമാണ്. അപ്പം ഞാൻ ചിലപ്പോൾ തല നനയ്ക്കുന്നുണ്ടാവുള്ളൂ. എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ ഇവിടെ കഴുകി ഉണക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പോയിട്ട് ദേഹം കഴുകിയിട്ട് വരാം. ഞാനും ഒന്നോട് കുളിച്ചു കേട്ടോ. ഫസ്റ്റ് കുളിക്കില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പം നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പം ഞാനും ഒന്നങ്ങോട്ട് കുളിച്ചു. ഡ്രസ്സൊന്നും ഉണങ്ങിയിട്ടില്ല. ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഈ ബട്ടർഫ്ലൈ ഒക്കെ വന്നിരിക്കുന്ന ഒരു തരം ചെടിയില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഇതാ കണ്ടില്ലേ, ഈ ചെടിയുമ്മലാണ് ബട്ടർഫ്ലൈ അധികം വന്നിരിക്കുക. അതിൻ്റെ വിത്തുതാ. ഞാൻ ഇവിടെ ഡ്രസ്സ് ഉണക്കാൻ വേണ്ടി വന്ന ടൈമിൽ കണ്ടതാണ്. ഇവിടെ ഒരുപാടുണ്ട്. പക്ഷേ പൂമ്പാറ്റകളൊന്നും ഇവിടെ കാണുന്നില്ല. അതെന്താണ് അറിയില്ല.